قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقت الجن والإنس إلا ليعبدون ما أريد منهم من رزق وما أريد أن يطعمون إن الله هو الرزاق ذو القوة المتين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിൽ ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി റഹമുർ-റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ഫ്രീ സെക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നതെങ്കിലും അവസാനത്തിൽ വളരെ സുപ്രധാനമായ പല സംഗതികളും സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഖുതുബ അവസാനിപ്പിച്ചത്. അതിനുശേഷം ചില സഹോദരന്മാർ നമ്മളോട് ചോദിച്ചു, ഞാനതിൻ്റെ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെക്കുറിച്ചും ഇബാദത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അള്ളാഹു മനുഷ്യനും തമ്മിലുള്ള ബന്ധം ആരാധനാബന്ധമല്ല, മറിച്ച് വഴികാട്ടി ബന്ധമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട ചില സഹോദരന്മാർ, അപ്പോൾ ഇബാദത്തിന് ആരാധന എന്നല്ലേ പറയുക, പണ്ടുകാലം മുതൽ നമ്മൾ അങ്ങനെയാണല്ലോ പറഞ്ഞു വന്നത്, അപ്പം അങ്ങനെയല്ലേ എന്ന ചില സംശയങ്ങളും അതിൻ്റെ ചില വിശദീകരണങ്ങളും ആവശ്യപ്പെടുകയുണ്ടായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് പല ഘട്ടങ്ങളിൽ പല രൂപത്തിൽ, അതൊരു വിഷയമായി പറഞ്ഞിട്ടില്ലെങ്കിലും പല രൂപത്തിൽ നമ്മൾ മിമ്പറിൽ അവതരിപ്പിച്ചു പോയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചില സംഗതികൾ പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യ സൃഷ്ടിപ്പ് എന്തുദ്ദേശത്തിനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ 51-ാം അധ്യായം സൂറത്തു അദ്ദാരിയാത്തിലെ 56-ാം വചനത്തിൽ പറയുന്നുണ്ട്. നമുക്കൊക്കെ അറിയാൻ പറ്റും, അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വച്ചത്. ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും റിസ്ഖൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹു വർ-റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്തിനാണ് ഇവിടെ സൃഷ്ടിച്ചു കൊണ്ടുവന്നത് എന്ന് അള്ളാഹു പറയുന്ന വാക്യമാണ്, അത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഞാൻ ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ. ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. കൂട്ടത്തിൽ അല്ലാഹു പറയുകയാണ്, മാ ഉരീദു മിൻഹും റിസ്ഖിൻ, നിങ്ങൾ എനിക്ക് ഭക്ഷണം തരേണ്ടതില്ല, റിസ്ക് തരേണ്ടതില്ല, വിഭവങ്ങളൊന്നും എനിക്ക് തരേണ്ടതില്ല, നിങ്ങൾ എന്നെ ഊട്ടേണ്ടതുമില്ല, ഭക്ഷണം തന്ന് നിങ്ങൾ എന്നെ ഊട്ടേണ്ടതുമില്ല. കാരണം അതൊക്കെ അള്ളാഹയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവന് കൊണ്ടുപോയി ഭക്ഷണത്തിൻ്റെയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയോ അതല്ലെങ്കിൽ മറ്റു വിഭവങ്ങളുടെയോ ആവശ്യമില്ല. പിന്നെ എനിക്ക് വേണ്ടതെന്താണ്, നിങ്ങൾ ചെയ്യേണ്ടതെന്താണ്, എനിക്ക് ഭക്ഷണം തരികയോ എനിക്ക് വെള്ളം തരികയോ എനിക്ക് മറ്റെന്തെങ്കിലും വിഭവങ്ങൾ തരികയോ അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ എനിക്ക് ചെയ്യേണ്ടത് ഇബാദത്താണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണത്. അതുകൊണ്ട് അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കൽ വളരെ അനിവാര്യമാണ്, വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് പ്രവാചകന്മാരെ അയച്ച കാര്യം പറയുമ്പോൾ അവർ
ആ സമൂഹത്തിൽ ചെന്ന് പറഞ്ഞതിനെക്കുറിച്ച് അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട്. വലക്കദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഞാൻ എല്ലാ ജനസമുദായങ്ങളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാം അവിടെ ചെന്ന് ജനങ്ങളോട് പറഞ്ഞത് അൻ ഇഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, വജ്തനിബുത് താഗൂത്ത്, ദൈവേതര ശക്തികളെ വെടിയണം എന്നാണ് പറഞ്ഞത്. അപ്പൊ പ്രവാചകന്മാർ നമ്മളോട് ആവശ്യപ്പെട്ടത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണമെന്നാണ്. യാ ഖൗമി അബ്ദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല. അതുകൊണ്ട് എൻ്റെ ജനമേ, എൻ്റെ ആളുകളെ, നിങ്ങൾ ഖൗമി അബ്ദുല്ലാഹ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. നിരവധി തവണ ഖുർആനിൽ അത് കാണാൻ സാധിക്കും. പ്രവാചകന്മാർ അങ്ങനെ ചെന്നിട്ട് അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് പ്രവാചകത്വം സ്വീകരിച്ച ആ ജനതയെ ചെന്ന് പറഞ്ഞത് യാ ഖൗമി അബ്ദുല്ലാഹ്, ജനങ്ങളെ, എൻ്റെ ജനമേ, നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. എല്ലാ പ്രവാചകന്മാരും അത് തന്നെയാണ് പറഞ്ഞതെന്നല്ല പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തറിയണം? നമ്മൾ അറിയണം എന്താണ് ഇബാദത്ത് എന്ന്. വിശുദ്ധ ഖുർആന്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തം ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ നാഥന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുൻപുള്ള ആളുകളുടെയും നിങ്ങളുടെയും ഒക്കെ സൃഷ്ടാവായ റബ്ബായ അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. സ്വാഭാവികമായിട്ടും നമ്മൾ അതിനകത്ത് പെട്ടതാണ് ആ വിളിയിൽ. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇബാദത്താണ് ചെയ്യേണ്ടത്. അതെന്താണെന്ന് നമ്മൾ അറിയേണ്ടതില്ലേ? എങ്കിലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനമായ സംഗതി, നമസ്കരിക്കുന്ന ഒരു മുസ്ലിം മിനിമം ഒരു ദിവസം 17 പ്രാവശ്യം മിനിമം അള്ളാഹുവിനോട് ഏറ്റു സമ്മതിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുക, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുക. 1-ാം അധ്യായത്തിലെ 5-ാം വചനമാണത്, സൂറത്തുൽ ഫാത്തിഹയിലെ 5-ാം വചനമാണത്. അപ്പോൾ 17 പ്രാവശ്യം മിനിമം, ബാക്കി നമസ്കാരത്തിലും അല്ലാതെയൊക്കെ വേറെ പറയുന്നുണ്ട്. മിനിമം 17 പ്രാവശ്യം നമസ്കാരത്തിലൂടെ അനുസരണയോടുകൂടി കൈകെട്ടി നിന്നതിന് ശേഷം അള്ളാഹുവിനോട് നമ്മൾ ഏറ്റു സമ്മതിക്കുകയാണ്, ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യും, നിനക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യൂ എന്ന് അള്ളാഹിനോട് പറയുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ഇബാദത്ത് എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, അതിൻ്റെ സമഗ്രത എന്താണ്, അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിത്രം എന്താണ്, ഇതൊക്കെ നമ്മൾ അറിയണം. എങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ, എങ്കിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതറിയൽ ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. പണ്ഡിതന്റെ ബാധ്യതയല്ല, ഏതെങ്കിലും സംഘടനക്കാരുടെ ബാധ്യതയല്ല, ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായ ഒരു ക്ലാരിറ്റി നമുക്കുണ്ടാകണം, അവ്യക്തത ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണ രേഖയാണ് വിശുദ്ധ ഖുർആൻ. ആ പ്രമാണ രേഖയിൽ ഏതാണ്ട് 269 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് എന്ന പദത്തിൻ്റെ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇബാദത്ത് എന്ന പദം വിശുദ്ധ ഖുർആനിലെ ഒരു സവിശേഷ സാങ്കേതിക പദമാണ്. സാന്ദർഭികമായ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഇബാദത്ത് എന്ന് പറയുന്ന സാങ്കേതിക പദം മാത്രമല്ല ഉള്ളത്. വിശുദ്ധ ഖുർആനിൽ നിരവധി സാങ്കേതിക പദങ്ങളുണ്ട്. ഇലാഹ്, റബ്ബ്, ദീൻ, തഖ്വ, സ്വലാത്ത്, സകാത്ത്, ജിഹാദ്, ഇതൊക്കെ വിശുദ്ധ ഖുർആനിലെ സാങ്കേതിക പദങ്ങളാണ്. ഈ സാങ്കേതിക പദങ്ങളുടെ ശരിയായ ഉദ്ദേശാർത്ഥവും അതുപോലെ തന്നെ അതിൻ്റെ വിശദാംശവും ആ പദങ്ങൾ കേൾക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ചിത്രവും ആശയവും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് മനസ്സിലാക്കാൻ ഒരു വലിയ അറബി കോളേജിലോ ഒരു മഹാപണ്ഡിതനോ ഒരു മുഹദ്ദിസോ ഒരു മുഫസ്സിറോ ഒന്നും ആകേണ്ടതില്ല. കാരണം ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത് മനസ്സിലാകണമെങ്കിൽ ഒരു മുഫസ്സിറാകണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിതെങ്ങനെ ചെയ്യുക? മുഫസ്സിറിനല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, മുഹദ്ദിസിനല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, പണ്ഡിതനല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് അള്ളാഹ് പറഞ്ഞേക്കുന്നത് ഓരോ സാധാരണക്കാരുടെ കാര്യമാണ്. അപ്പോൾ ഈ പദങ്ങളെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഇടപാടുകളും ഇടപെടലുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സാങ്കേതിക പദാവലികളാണിത്. അതുകൊണ്ട് തന്നെ ഓരോ മുസ്ലിമും അതറിയണം. അതറിയാനുള്ള ഏറ്റവും വലിയ സോഴ്സ് തന്നെ ഖുർആനാണ്. അതാണ് നമ്മൾ ഈ ഖുർആൻ പഠിക്കണം വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സോഴ്സ്.
അപ്പോൾ ഖുർആൻ ഈ പദങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പദങ്ങളൊക്കെ അറിയണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഖുർആൻ മറിച്ച് നോക്കിയാൽ ഇബാദത്തിൻ്റെ അർത്ഥം നമുക്ക് കാണാൻ പറ്റില്ല. ഖുർആൻ മറിച്ച് നോക്കിയാൽ ഇബാദത്തിൻ്റെ ഒരു ഡെഫിനിഷൻ, ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു സാങ്കേതിക പദങ്ങളുടെയും അർത്ഥമോ ആ അർത്ഥത്തിൻ്റെ വിശദാംശങ്ങളോ ഡെഫിനിഷനോ ഒന്നും നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയില്ല. ഖുർആൻ അങ്ങനെയുള്ള ഒരു രീതി അല്ല സ്വീകരിച്ചിട്ടുള്ളത്. പകരം ആ പദങ്ങൾ ഖുർആനിൽ ഏതൊക്കെ കണ്ടെക്സ്റ്റിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഏതൊക്കെ സാഹചര്യത്തിലും സന്ദർഭത്തിലുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ആ ഉപയോഗിച്ചതിൻ്റെ പ്രിമൈസസിൽ അഥവാ അതിൻ്റെ ചുറ്റുവട്ടത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അള്ളാഹു പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുന്നത്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ പദം കൊണ്ട് അള്ളാഹ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് ഉപയോഗിച്ചതിലൂടെ അള്ളാഹു എന്താ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു പദം തന്നെ പല അർത്ഥങ്ങളിൽ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒറ്റ അർത്ഥത്തിലല്ല ഉപയോഗിച്ചിട്ടുള്ളത്, പല അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ കെട്ടിക്കൊടുക്കൊന്നുമില്ല ഇത് മനസ്സിലാക്കാൻ. ഇത് നമ്മൾ ചിലർ പറയുന്നത് ഇത് തുറന്നു നോക്കി നമുക്കൊന്നും മനസ്സിലാവില്ല എന്നാണ്. അത് നമ്മൾ ശ്രമിച്ചാൽ മനസ്സിലാവും. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഓരോ മനുഷ്യനും തന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർആനിൽ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ ഒരു വിളിയില്ല. ഖുർആൻ തന്നത് സാധാരണ ജനങ്ങൾക്കാണ്. അതുകൊണ്ട് ഇത്തരം പ്രാഥമികമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു കെട്ടിക്കൊടുക്കും അല്ല അതിനകത്ത് ഉണ്ടാക്കി വച്ചിട്ടില്ല. വെച്ചാൽ അത് പിന്നെ സാധാരണക്കാരനാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കെട്ടിക്കൊടുക്കുള്ള അല്ലെങ്കിൽ കുറച്ച് വളച്ചുകെട്ടൊക്കെ ഉള്ള അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കുറച്ച് പ്രയാസമുള്ള കുറെ കാര്യങ്ങൾ ഖുർആനിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരു സത്യവിശ്വാസിയുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഖുർആനിൽ വളരെ ലളിതമായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം ഇങ്ങനെയല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അഥവാ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം ഇതാണ്, അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, ഇങ്ങനെ ഒരു രീതിയല്ല ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, സംഘടനാ പക്ഷപാതിത്വങ്ങളൊക്കെ മാറ്റിവെച്ച് തുറന്ന മനസ്സോടെ നിങ്ങൾ ഖുർആനിനെ സമീപിച്ചാൽ, മുൻവിധി ഇല്ലാതെ സമീപിച്ചാൽ, നമ്മൾ ഒരു സാധനം ഫ്രെയിം ചെയ്ത് മനസ്സിലിട്ട് വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് അതിനൊപ്പിച്ച് ഖുർആൻ വായിക്കാൻ ശ്രമിച്ചാൽ അതങ്ങനെ തന്നെ മനസ്സിലാവുള്ളൂ. അതിനപ്പുറത്ത് സംഘടനാ പക്ഷപാതിത്വങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഖുർആനെ സമീപിച്ചാൽ നമുക്ക് ഇബാദത്ത് എന്താണ് എന്ന് നമുക്ക് തിരിയണമല്ലോ. ഇത് ചെയ്യണമെന്നുള്ള നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് തിരിയണമല്ലോ. അത് തിരിയും. പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ നിർബന്ധം പിടിക്കേണ്ടതില്ല. എന്താണ്? ഇബാദത്ത് എന്ന പദത്തിന് മലയാളത്തിൽ ഒരു പർട്ടിക്കുലർ വേർഡ് ഉണ്ടാകണം എന്ന് നമ്മൾ എന്തിനാ വാശി പിടിക്കണത്? ഇബാദത്ത് എന്ന പദത്തിന് ഇന്ന അർത്ഥം മലയാളത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മളതിന് വാശി പിടിക്കേണ്ട കാര്യമില്ല. അതിന് ഒരു ഫ്രെയിം ചെയ്ത ഒരു ഡെഫിനിഷൻ ഉണ്ടാകണം, നിർവചനം ഉണ്ടാകണം. നമ്മൾ വാശി പിടിക്കേണ്ടതില്ല. മറിച്ച് നമുക്ക് എന്താ ഉണ്ടാകേണ്ടത്? ഇതെന്താണല്ല ഇത് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്, അതാണ് നമുക്കറിയേണ്ടത്. അതൊരു ഡെഫിനിഷനായിട്ടൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. നമുക്ക് മനസ്സിലാകണം അല്ല ഇത് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ സൃഷ്ടിച്ചത് ഇബാദത്തിനാണ് എന്ന് പറയുമ്പോൾ എന്താണല്ല ഉദ്ദേശിക്കുന്നത് എന്ന് ഖുർആനിൽ നമുക്ക് മനസ്സിലായാൽ മതി. അല്ലാതെ ഒറ്റക്കൊരർത്ഥം, അങ്ങനെ ഒരർത്ഥം കൊടുത്താണ് നമ്മൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ വാശി പിടിക്കേണ്ടതില്ല. അതേസമയം നമ്മൾ ഈ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ മലയാള പരിഭാഷകളും പരിശോധിച്ചാൽ, മിക്കവാറും എല്ലാം പരിശോധിച്ചാൽ, ഒറ്റപ്പെട്ട ചിലത് മാറി നിൽക്കുന്നുണ്ട്, പൊതുവിൽ എല്ലാ പരിഭാഷകളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇബാദത്തിന് മലയാളത്തിലുള്ള ആരാധന എന്ന പദമാണ് കൊടുത്തിട്ടുള്ളത്. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നിനെയും മനുഷ്യനെയും അല്ലാഹ് സൃഷ്ടിച്ചിട്ടില്ല അവനെ ആരാധിക്കാനല്ലാതെ. ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങനെ മലയാളത്തിലെ ആരാധന എന്ന പദമാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇത് സൂക്ഷ്മമായ അർത്ഥമല്ല. അതിനു മുമ്പ് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ വിഴുങ്ങിയൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ശരിയായി ചിന്തിക്കുക, പഠിക്കുക. കാരണം ഇതൊരു സംഘടനയുടെ പ്രശ്നമല്ല, ഇതെൻ്റെ വീട്ടിലെയോ നിങ്ങളുടെ വീട്ടിലെയോ കാര്യമല്ല. പരലോകത്തെത്തിപ്പെടുമ്പോൾ രക്ഷപ്പെടേണ്ട പ്രശ്നമാണിത്. സംഘടനക്കാരോ ആ മൗലവിയോ മുസ്ലിയാരോ ഒന്നും അവിടെ ഉണ്ടാവില്ല. അവരുടെ തലയിലൊന്നും ചാരി നമുക്ക് രക്ഷപ്പെടാനും പറ്റില്ല. കാരണം പ്രാഥമികമായ ബുദ്ധിയും ബോധവും കഴിവും ഒക്കെ നമുക്ക് അല്ലാഹ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സംഘടനയുടെ പ്രശ്നമല്ല, അങ്ങനെ കാണരുത്. ഇത് നമ്മുടെ ആരുടെയും കുടുംബത്തിൻ്റെ പ്രശ്നമല്ല. ഇത് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെയൊക്കെ ആരാധന എന്നാണ് അർത്ഥം കൊടുക്കുക. ആരാധന എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഉള്ളടക്കം മാത്രമേ പ്രതിഫലിപ്പിക്കുന്നുള്ളൂ. ആരാധന എന്ന് പറയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ആരാധന എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് സമഗ്രമായ ഒരു ജീവിത പദ്ധതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഈ സമഗ്രമായ ഒരു ജീവിത പദ്ധതിയുടെ സമഗ്രതയൊക്കെ നഷ്ടപ്പെടുത്തി അതിനെ ഒരു ആരാധനാ മതമായി, ഒരു അനുഷ്ഠാന മതമായി ഇതിനെ ചുരുക്കി കെട്ടേണ്ടി വരും. അല്ലെങ്കിൽ ചുരുങ്ങിപ്പോകും നമ്മൾ ആരാധന എന്ന് പറയുമ്പോൾ.
കാരണം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആരാധന എന്നാണല്ലോ വരിക. ഇത് പറയുമ്പോൾ ആരാധന എന്ന അർത്ഥം പറയുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആരാധനക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാം. അപ്പൊ ആരാധന എന്ന് പറയുമ്പോൾ വളരെ സങ്കുചിതമായി പോകും. ഇനി ആരാധന എന്ന വാക്ക് മലയാളത്തിൽ കേൾക്കുന്ന ഒരു മലയാളിയുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം എന്താണ്? ആരാധന എന്നിപ്പോൾ നമ്മൾ മാത്രം പറയുന്ന ഒരു മലയാള വാക്കല്ല, ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാരൊക്കെ പറയുന്നതാണ്. അപ്പൊ ആരാധന എന്ന് കേൾക്കുമ്പോൾ അവരുടെയും മനസ്സിലും നമ്മുടെ ഒക്കെ മനസ്സിൽ വരുന്ന എന്താണ്? ആരാധന എന്ന് പറയുമ്പോൾ അതത് മതത്തിലെ ആചാര അനുഷ്ഠാനങ്ങളും ആരാധനാക്രമങ്ങളുമാണ് മനസ്സിലേക്ക് വരിക. മിക്കവാറും എല്ലാവരുടെയും മനസ്സിലേക്ക് അത് തന്നെയാണ് വരിക. ആരാധന എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അത് അവരവരുടെ ആരാധനകളുടെ ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് തെളിയുക. അപ്പൊ നമ്മൾ ചെറുപ്പകാലം മുതൽ മദ്രസയിൽ നിന്ന് ഇബാദത്ത് സമം ആരാധന എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇബാദത്ത് എന്ന് കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വന്നത് ഈ മലയാള പദമാണ് ആരാധന. അപ്പൊ തെളിയുന്ന ചിത്രം എന്താ? നമസ്കരിക്കുന്നത്, പള്ളി, നോമ്പ്, ഹജ്ജ്, ഇങ്ങനെയുള്ള കുറെ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അതാണ് ഒന്നാമത് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആളുകളെല്ലാം ജാഗ്രത കാണിക്കുന്നത് ആരാധനകളുടെ കാര്യത്തിലാണ്. കൂടുതൽ ജാഗ്രത കാണിക്കുന്നത്. ആരാധനയുടെ കാര്യത്തിൽ ജാഗ്രത കാണിക്കേണ്ടതില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. കൂടുതൽ ജാഗ്രത കാണിക്കുന്നത് ആരാധനകളുടെ കാര്യത്തിലാണ്. അതുപോലെ തന്നെ ബാക്കി ആരാധനകളല്ലാത്ത കാര്യങ്ങളിൽ ആ ജാഗ്രതയില്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കി വച്ചിട്ടുള്ളത് അള്ളാഹു ആരാധനക്കർഹൻ എന്നാണ്. അതുകൊണ്ട് ആ ആരാധന നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാക്കി തെറ്റ് ചെയ്താലും അയാൾക്ക് അസ്വസ്ഥത കാര്യമായിട്ടുണ്ടാവില്ല, അയാളുടെ മനസ്സമാധാനം കെടില്ല. കാരണം അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആരാധനക്കർഹനാണ് അള്ളാഹ്, ഞാൻ ആരാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിൽ എന്ത് കൃത്രിമങ്ങളും എന്ത് നെറികേടുകൾ കാണിച്ചാലും അയാൾക്ക് വല്ലാണ്ട് അസ്വസ്ഥ ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ തന്നെ ഉംറ എന്ന് പറയുന്ന ഒരു ആരാധനയുണ്ട്, ഹജ്ജ് എന്ന് പറയുന്ന വേറെ ആരാധനയുണ്ട്. ഈ രണ്ട് ആരാധനയും കൂടി നിർവഹിച്ചൊക്കെ സോൾവ് ആയി പോവുകയും ചെയ്യും എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഉണ്ടാവുക. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആളുകളുടെ സംശയങ്ങളും അന്വേഷണങ്ങളും എല്ലാം ആരാധനകളെ കുറിച്ചാണ്. ഏത് സംഘടനപ്പെട്ട ആളുകളുടെയും ഏത് മുസ്ലിമിൻ്റെയും അന്വേഷണമൊക്കെ എന്താണ്? ആരാധനകളെ കുറിച്ചാണ്. ആ ആരാധന അതെന്താ ഇങ്ങനെ, അങ്ങനെ ചെയ്താൽ പിന്നെ ഇങ്ങനെ ചെയ്യണോ, അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, തർക്ക വിതർക്കങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാം ആരാധനകളെ കുറിച്ചാണ്. തറാവീനെ കുറിച്ചാണ്, നമസ്കാരത്തിലെ കൈകെട്ടിനെ കുറിച്ചാണ്, നമസ്കാരത്തിലെ കുനൂത്തിനെ കുറിച്ചാണ്, റകാഅത്തിനെ കുറിച്ചാണ്. എല്ലാം ഇങ്ങനെ ഈ ആരാധനകളുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് മറ്റൊരു കാര്യം അറിയാമോ? ലോകത്ത് രചിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ അധികവും, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അധികവും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. അതിൽ കൂടുതൽ ആരാധനകളുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. അതിനെക്കുറിച്ചാണ്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആരാധനക്കർഹൻ എന്നാണ്. അപ്പൊ അതുകൊണ്ട് വിശദീകരണം ആവശ്യം നമസ്കാരത്തിനെ കുറിച്ചാണ്, വിശദീകരണം ആവശ്യം നോമ്പിനെ കുറിച്ചാണ്, ഹജ്ജിനെ കുറിച്ചാണ്, ഉംറയെ കുറിച്ചാണ്, മയ്യിത്ത് നിസ്കാരത്തെ കുറിച്ചാണ്, സുന്നത്ത് നിസ്കാരത്തെ കുറിച്ചാണ്, റവാത്തിബ് സുന്നത്തിനെ കുറിച്ചാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദീകരണങ്ങളാണ് എവിടെയും ഉള്ളത്. ഇതാണ് ഈ ആരാധന എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം, ഒരു ചുരുങ്ങൽ എന്ന് പറയുന്ന അതാണ്. അതൊരു വശം. മറുവശം, ഇസ്ലാമിനെ ഒരു ആരാധനാ മതമായി കാണാനാണ് എല്ലാവർക്കും ആഗ്രഹം. എല്ലാവർക്കും ഇസ്ലാമിനെ ഒരു അനുഷ്ഠാന മതമായി കാണാനാണ് ഇഷ്ടം. ഇസ്ലാമിനെ ഒരു അനുഷ്ഠാന മതമാക്കാൻ വേണ്ടി ചരിത്രത്തിൽ ശക്തമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഇസ്ലാം ഒരു അനുഷ്ഠാന മതമാകൽ ഇവരുടെ പലരുടെയും ആവശ്യമാണ്. ഇസ്ലാം ഒരു അനുഷ്ഠാന മതമാകണമെന്ന് പുരോഹിതന്മാർ ആഗ്രഹിക്കുന്നു. ചരിത്രത്തിൽ പുരോഹിതന്മാർ ആഗ്രഹിച്ചിട്ടുണ്ട് ഇസ്ലാം ഒരു മതമായി മാറണം. ചരിത്രത്തിൽ മുസ്ലിം ഭരണാധികാരികളുടെ ലക്ഷ്യമായിരുന്നു ഇസ്ലാമിനെ ഒരു ആരാധനാ മതമാക്കി മാറ്റൽ, ഒരു അനുഷ്ഠാന മതമാക്കി മാറ്റൽ. ചരിത്രത്തിൽ മുസ്ലിം ഭരണാധികാരികളുടെ ആവശ്യമായിരുന്നു. മുതലാളിത്വത്തിന്റെ ആവശ്യമാണ് ഇസ്ലാം ഒരു അനുഷ്ഠാന മതമാകൽ. സാമ്രാജ്യത്വത്തിന്റെ ആവശ്യമാണ് ഇസ്ലാം ഒരു അനുഷ്ഠാന മതമാകൽ. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ ആവശ്യമാണ് ഇസ്ലാം ഒരു ആരാധനാ മതമായി നിൽക്കണം. കാരണം ആരാധനാ മതമായി നിന്നാൽ ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. കാരണം അവരെല്ലാവരും കൂടി പള്ളിയിൽ ആരാധനയുടെ മഹത്വവും കൂലിയും അത് ചെയ്യേണ്ട രീതിയും പറഞ്ഞ് ഇങ്ങനെ നടന്നോളും. വേറെ ശല്യമൊന്നും ആർക്കും ഉണ്ടാവില്ല. അപ്പൊ നമ്മളാകുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉള്ള നെറുകേടുകളും ഉള്ള ചൂഷണങ്ങളും ഉള്ള അന്യായങ്ങളും ഒക്കെ സ്വസ്ഥമായി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇവരിങ്ങനെ ആരാധനയുടെ കൂലിയും പറഞ്ഞ് അതിൻ്റെ മഹത്വവും പറഞ്ഞ് അതിന് കിട്ടുന്ന പ്രതിഫലവും പറഞ്ഞ് ഈ പള്ളിയും ആരാധനയും പരലോകമായിട്ട് കെട്ടിപ്പടഞ്ഞ് കിടന്നോളും. വേറെ ശല്യമൊന്നും ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഒരുവിധമുള്ള സാധാരണ മുസ്ലിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഇസ്ലാം ഒരു അനുഷ്ഠാന മതമാകണമെന്നാണ്. കാരണം വേറെ ശല്യമൊന്നും ഉണ്ടാവില്ല,
വേറെ ഒരു ഇടങ്ങേറും ഉണ്ടാവില്ല അങ്ങനെ പറഞ്ഞാൽ. കാരണം ആരാധനകൾ അള്ളാഹ് കൊടുത്തേക്കാം. ബാക്കി സാമൂഹ്യ രാഷ്ട്രീയ ഇടപാടുകൾ അത് ഇപ്പൊ നമ്മുടെയൊക്കെ ഇഷ്ടം പോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ ഇപ്പൊ ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. നമ്മളൊക്കെ സമാധാനിക്കുന്നത് അത് പറഞ്ഞിട്ടാണല്ലോ. ഇപ്പൊ ഇങ്ങനെയൊക്കെയല്ലേ ഇവിടെ പറ്റുള്ളൂ, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് നമ്മളും ആഗ്രഹിക്കുന്നത് ഇസ്ലാമിനെ ഒരു അനുഷ്ഠാന മതമായി കാണണം, ആരാധനാ മതമായി മാറണം എന്നൊക്കെയാണ്. നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വിശ്വസിച്ച് അംഗീകരിച്ചു പോകണം എന്നതുകൊണ്ടല്ല ഞാനിത് പറയുന്നത്, ആ ഉദ്ദേശത്തിലുമല്ല. ചിന്തിക്കണം, മെയിൻലി നമ്മളൊന്ന് ആലോചിക്കണം, ചിന്തിക്കണം. മുമ്പേ ഗമിക്കും ഗോക്കൽ താൻ പിമ്പേ എന്ന് പറയുന്ന മാനസികാവസ്ഥയിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വാക്കിംഗ് അല്ല, ഒരു നടത്തമല്ല നമ്മൾ നടക്കേണ്ടത്. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം, പഠിക്കണം. എങ്കിലേ ഒരു വിശ്വാസിയാകാൻ പറ്റുള്ളൂ. ഇസ്ലാമിനെ തന്നെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പദത്തിന്റെ ശരിയായ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാവണം, ഉദ്ദേശം നമുക്ക് മനസ്സിലാകണം. ഈ ഇസ്ലാമിനെ തന്നെ നമുക്ക് തിരിയൂല. നമുക്ക് പിന്നെ അത് ടെൻഷൻ അല്ലാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഒരു ട്രഡീഷണൽ ഇസ്ലാമോ ഒരു ട്രഡീഷണൽ ബിലീഫോ ആയതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല. ഇങ്ങനെ പോവുകയാണ് നമ്മൾ. ഇങ്ങനെ അതിനും കാരണങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊന്നും ഇത് അലോസരപ്പെടുത്തുന്നില്ല. നമ്മളെ അലോസരപ്പെടുത്തുന്നത് മുഴുവൻ ദുനിയാവാണ്. ദുനിയാവ് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു, അലോസരപ്പെടുത്തുന്നു, അസൂയപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ പദത്തിന്റെ അർത്ഥം എന്താ, ഈ പദത്തിന്റെ ഉദ്ദേശം, ഇതൊക്കെ ഇപ്പൊ നമ്മൾ അറിയണെന്തിനാണ് എന്ന ചിന്തയാണ് എല്ലാവരെയും നയിക്കുന്നത്. അങ്ങനെയല്ല. ഇസ്ലാം മനസ്സിലാകണമെങ്കിൽ ഇത് മനസ്സിലാകണം. കാരണം നമ്മൾ ചെയ്യേണ്ടത് ഇസ്ലാമിൽ നിന്ന് അതാണ്. അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്താണ്? അപ്പൊ അത് മനസ്സിലാകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇബാദത്തിനെ അതിന്റെ സമഗ്രമായ അർത്ഥത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തെ മൊത്തം അത് വരിഞ്ഞു മുറുക്കും. അവിടെ ഒക്കെ നിയന്ത്രണങ്ങൾ വരും. അത് നമ്മൾ ആഗ്രഹിക്കുമോ? അത് നമ്മൾ ആഗ്രഹിക്കില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, രഹസ്യവും പരസ്യവും, സാമ്പത്തികവും സാമൂഹികവും, ആരാധനാപരവും ആചാരപരവും എല്ലായിടത്തും നിയന്ത്രണങ്ങൾ വരും. ഈ നിയന്ത്രണം ആരും ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണ് ഇസ്ലാം ഒരു അനുഷ്ഠാന മതമായി മാറണം എന്ന് ചരിത്രത്തിൽ നമ്മൾ വേറൊരു ഭരണാധികാരിയെ കുറിച്ച് പറയുന്നില്ല, മുസ്ലിം ഭരണാധികാരികൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി എത്രയോ കള്ള ഹദീസുകളാണ് അവർ കെട്ടിപ്പൊക്കിയിട്ടുള്ളത് നിങ്ങൾക്കറിയോ? ഇസ്ലാമിനെ അനുഷ്ഠാന മതമാക്കി മാറ്റാൻ വേണ്ടി പ്രവാചകൻ പറയാത്ത ഒരുപാട് കള്ള ഹദീസുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു വിശ്വാസമുണ്ട് പണ്ഡിതന്മാരുടെ ഇടയിലടക്കം. എന്താണെന്നറിയാമോ? ലൈവായ ഹദീസ് വെച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് തെറ്റല്ല. ലൈഫായ ദുർബലമായ ഹദീസുകൾ ഉപയോഗിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് തെറ്റല്ല എന്നാണ് ഇന്നും കേരളത്തിലെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഒരുപാട് നിസ്കാരം, ഒരുപാട് നോമ്പൊക്കെ വേറെ എക്സ്ട്രാ നമ്മുടെ കൂട്ടത്തിലേക്ക് വന്നത്. അതിൻ്റെ പിന്നെ ഹദീസുകൾ ദുർബലമായാലും കുഴപ്പമില്ല, ചെയ്യുന്നത് നല്ല കാര്യമല്ലേ എന്ന ചിന്തയാണ്. അങ്ങനെ നടന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശത്തിലേക്ക് ഇപ്പം നമ്മൾ പോകുന്നില്ല. ഏതായാലും അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ എല്ലായിടത്തും നടന്നിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം ഒരു ആചാര മതമല്ല, ഇസ്ലാം ഒരു അനുഷ്ഠാന മതമല്ല. ഇസ്ലാം ജീവിതത്തെ മൊത്തം ബാധിക്കുന്ന ഒരു സമഗ്ര ജീവിത പദ്ധതിയാണ്. ഇത് എൻ്റെ വകയായിട്ട് ഞാൻ എടുത്തിടുന്നതല്ല. ഖുർആൻ നേരെ ചൊവ്വയൊന്ന് വായിക്കാനും പഠിക്കാനും ശ്രമിച്ച നമുക്കെല്ലാം ഇത് ബോധ്യപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഇബാദത്ത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാകണം. ഇബാദത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്. അഥവാ ആകാശത്തുണ്ട്, വെള്ളത്തിലുണ്ട്, കരയിലുണ്ട്. ഈ ജീവജാലങ്ങൾ, അതിനു പുറമെ മറ്റൊരുപാട് നക്ഷത്രങ്ങളുണ്ട്. അവ ചലിക്കുന്നില്ല, അവർക്ക് ജീവനില്ല, പക്ഷേ അവ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവയെല്ലാം നമ്മൾ സാധാരണ പറയുന്ന ഒരു നാച്ചുറൽ ലോ ഉണ്ടല്ലോ, പ്രകൃതി നിയമം. ഈ പ്രകൃതി നിയമം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ നിയമമാണ്. ഇവിടുത്തെ ഭൗതികവാദികൾക്കും അല്ലാത്തവർക്കും അത് നാച്ചുറൽ ലോ, അത് പ്രകൃതി നിയമം എന്നൊക്കെ പറയാം. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രകൃതി നിയമമല്ല, പ്രകൃതി നിയമം എന്ന് പറയുന്ന ദൈവിക നിയമമാണ്. ഇവയെല്ലാം എന്താണ്? അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് പ്രകൃതി നിയമം എന്ന് പറയുന്ന ദൈവിക നിയമത്തിന് വിധേയപ്പെട്ടാണ് അവ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവയെല്ലാം ഇവിടുത്തെ മൃഗങ്ങളും പക്ഷികളും പറവകളും ഇഴജന്തുക്കളും എല്ലാം സൂര്യനും ചന്ദ്രനും നക്ഷത്രവും അതുപോലെ തന്നെ ഭൂമിയും എല്ലാം കൃത്യമായ ഒരു സിസ്റ്റത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ ഒരു സിസ്റ്റം, ഒരു വ്യവസ്ഥ ഉള്ളതാണല്ലോ. ഇതിനൊക്കെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കറങ്ങുന്നത്. ആ നിയമം അതിനുള്ളതുകൊണ്ടാണ് നമുക്ക് ഫോർമുലകൾ ഉണ്ടാക്കാൻ കഴിയുന്നത്.
നമുക്ക് ഫോർമുലകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇതിനൊരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. സിസ്റ്റം ഇല്ലെങ്കിൽ ഫോർമുല എങ്ങനെ ഉണ്ടാവുക? ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ചലിക്കുന്നത്. ഇതാണ് അവയുടെ ഇബാദത്ത്. ഇതിനെക്കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹാ വഇലൈഹി യുർജഊൻ. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർള്. ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി ചലിച്ചുകൊണ്ടിരിക്കെ പിന്നെ നീ മാത്രം വേറെ നിയമം തേടുന്നത് എന്തിന് എന്നുള്ള ചോദിക്കുകയാണ്. അവയെല്ലാം അള്ളാഹുവിൻ്റെ നിയമത്തിന് വിധേയമായി ജീവിച്ചുകൊണ്ടിരിക്കെ, അസ്ലമ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവയെല്ലാം ദൈവിക നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് മുസ്ലിമായി ഇവിടെ ചലിച്ചും ജീവിച്ചും കൊണ്ടിരിക്കെ നീ മറ്റേത് നിയമമാണ് തേടുന്നത് എന്നുള്ള ചോദിക്കുകയാണ്. അത് വിശുദ്ധ ഖുർആനിൽ 3-ാം അധ്യായം 83-ാം വചനമാണ്. 13-ാം അധ്യായം സൂറത്തുർ റഅദിൽ 15-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹാ. ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും വലില്ലാഹി യസ്ജുദു, അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തൗഅൻ വകർഹാ, ഇച്ഛാപൂർവവും അല്ലാതെയും, വില്ലിംഗ്ലി ഓർ അൺവില്ലിംഗ്ലി, ഇഷ്ടപ്പെട്ടും അല്ലാതെയും സ്വേച്ഛപ്രകാരവും അല്ലാതെയും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ സുജൂദ് എന്ന് പറഞ്ഞതും അവിടെ അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹൻ, രണ്ട് സ്ഥലത്തും ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഒരു സ്ഥലത്ത് അസ്ലമ എന്ന് പറഞ്ഞു, ഒരു സ്ഥലത്ത് സുജൂദ് എന്ന് പറഞ്ഞു. ഈ അസ്ലമ എന്ന് പറഞ്ഞതും സുജൂദ് എന്ന് പറഞ്ഞതും അവരുടെ ഇബാദത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അല്ലാതെ സൂര്യചന്ദ്രന്മാർ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു, നമ്മൾ സുജൂദ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രൂപത്തിൽ അവർ സുജൂദ് ചെയ്യുന്നു എന്നല്ല. മറിച്ച് അവയെല്ലാം അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യനും ഭൂമിയും ചന്ദ്രനും മറ്റ് നക്ഷത്രാദികളും ചലിച്ചുകൊണ്ടിരിക്കുന്നു. മൃഗങ്ങളും പക്ഷികളും പറവകളും മത്സ്യങ്ങളും എല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ജീവിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? പ്രകൃതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നൈസർഗികമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സെറ്റ് ചെയ്ത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്കിത് അതിലംഘിക്കാൻ കഴിയില്ല. അവർക്ക് സെറ്റ് ചെയ്ത് വച്ചിട്ടുള്ള നിയമത്തെ അതിലംഘിക്കാൻ അവർക്ക് കഴിയില്ല. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇച്ഛയോടുകൂടിയല്ലാതെ, തീരുമാനത്തോടുകൂടിയല്ലാതെ അവർക്ക് അത് ലംഘിക്കാൻ കഴിയില്ല. ഇവിടെ ഇനി ബാക്കിയുള്ളത് മനുഷ്യനാണ്. മനുഷ്യനെ സംബന്ധിച്ച് സവിശേഷ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ. എന്താണ് മനുഷ്യന്റെ പ്രത്യേകത? അവന് ഫ്രീ വിൽ ഉണ്ട്, അവന് ചോയ്സ് ഉണ്ട്, ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്, അവന് സ്വാതന്ത്ര്യമുണ്ട്. വേണമോ വേണ്ടയോ, സ്വീകരിക്കണമോ തിരസ്കരിക്കണമോ എന്നാലോചിക്കാനുള്ള ചിന്തിക്കാനുള്ള ശേഷി അവന് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അവന് ചെയ്യാം. അതുകൊണ്ട് തന്നെ അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മറ്റുള്ള ജീവജാലങ്ങളും നക്ഷത്രാദികളുമൊക്കെ എൻ്റെ പ്രകൃതി നിയമം അനുസരിച്ച്, ഞാൻ നിശ്ചയിച്ച നിയമം അനുസരിച്ച് ജീവിക്കുമ്പോൾ സ്വാതന്ത്ര്യമുള്ള മനുഷ്യ, നീയും ജീവിക്കേണ്ടത് എൻ്റെ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ മനുഷ്യന് ജീവിക്കാം. എങ്ങനെ? ഇപ്പം ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാം. അങ്ങനെയുള്ള ഭൂരിപക്ഷം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ ബുദ്ധിക്ക് തോന്നുന്നത്, തനിക്ക് ശരിയെന്ന് തോന്നുന്ന രൂപത്തിൽ, ശാസ്ത്രം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ, ഡോക്ടർ പറയുന്നു എന്നതിൻ്റെ പേരിൽ, ബുദ്ധിജീവികൾ പറയുന്നു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ തനിക്ക് തന്നെ തോന്നുന്നു എന്നതിൻ്റെ പേരിൽ മനുഷ്യനിവിടെ ജീവിക്കാം. തെരഞ്ഞെടുപ്പ് നടത്താം. അവന് വേണമെങ്കിൽ വ്യഭിചരിക്കണമെന്ന് തോന്നുമ്പോൾ വ്യഭിചരിക്കാം, മദ്യപിക്കണമെന്ന് തോന്നുമ്പോൾ മദ്യപിക്കാതിരിക്കാം, അവന് തെരഞ്ഞെടുക്കാം. ഇവിടെ അല്ലാഹ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ മാർഗദർശനമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എൻ്റെ മാർഗദർശനമാണ്. അതാണ് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദൻ, എൻ്റെ ഭാഗത്ത് നിന്ന് ഹുദ വരും, വഴി വരും, ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ള വഴി വരും. ആ വഴി തെരഞ്ഞെടുത്ത് ജീവിച്ചാൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. മറിച്ചാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ കത്തിക്കാളുന്ന നരകാഗ്നിയിലേക്ക് ചെന്ന് എത്തിപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യമുള്ള മനുഷ്യൻ, മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമില്ല.
ഭൂമിക്ക് നിശ്ചയിച്ചു കൊടുത്ത ആ ഭ്രമണപഥത്തിലൂടെ അല്ലാതെ അതിൽ സഞ്ചരിക്കാൻ കഴിയില്ല. അതിൻ്റെ ഇഷ്ടം പോലെ ഭ്രമണപഥം മാറ്റാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടല്ലോ, ആ സ്പേസ് ക്രാഫ്റ്റ് ഭ്രമണപഥം മാറ്റുന്നത് പോലെ ഭൂമിക്ക് ഭ്രമണപഥം മാറ്റാൻ പറ്റില്ല, ചന്ദ്രന് ഭ്രമണപഥം മാറ്റാൻ പറ്റില്ല. ഭൂമിയിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്ക് അവരുടെ ജീവിതത്തിനൊരു മെത്തേഡ് അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നിയമത്തെ അതിലംഘിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് നമുക്ക് അത് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. അവന് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്, അവന് ഫ്രീ വിൽ ഉണ്ട്, അഥവാ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെയാണ് അല്ലാഹു പറയുന്നത്, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത് ഞാൻ കാണിച്ചു തന്ന വഴിയാണ്. ഞാൻ കാണിച്ചു തന്ന വഴിയാണ്. ആ വഴിയിലൂടെയുള്ള സഞ്ചാരത്തിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ആരാധനയല്ല, ആരാധനയും കൂടിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. ആ വഴിയിലൂടെയുള്ള സഞ്ചാരത്തിനാണ്. അപ്പൊ അള്ളാഹ് സൃഷ്ടിച്ച എന്തിനാണെന്നാ പറയുന്നത്? ഓമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ പറഞ്ഞു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത്. നിങ്ങൾ എനിക്ക് ഊട്ടേണ്ടതില്ല, നിങ്ങൾ എനിക്ക് ഭക്ഷണം തരേണ്ടതില്ല, നിങ്ങൾ എനിക്ക് വിഭവങ്ങൾ തരേണ്ടതില്ല, നിങ്ങൾ എനിക്ക് പപ്പടം പഴം പായസമോ അതല്ലെങ്കിൽ വെണ്ണയോ എളിച്ചെണ്ണയോ ചന്ദനത്തിരിയോ മെഴുകുതിരിയോ അതുപോലെ തന്നെ നിവേദ്യങ്ങളോ ഒന്നും എനിക്ക് ആവശ്യമില്ല. എൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾ ഈ ഭൂമിയിൽ, ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ, എൻ്റെ വായു ശ്വസിച്ച് എൻ്റെ വെള്ളം കുടിച്ച് എൻ്റെ ഭക്ഷണം കഴിച്ച് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകണം. അതാണ് എൻ്റെ ആവശ്യം. അതാണ് ഇബാദത്ത്. ആരാധന അല്ല. ആരാധനയും കൂടി അതിനകത്ത് പെട്ടതാണെന്നേ ഉള്ളൂ. ഒരിക്കലും ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ആരാധന വേറെയാണ് നിങ്ങൾ ഇബാദത്തിൽ പെട്ടതാണ് ആരാധന. പക്ഷെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന എന്നല്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന എന്നല്ല, ആരാധനയും കൂടി പെട്ടതാണ് ഇബാദത്ത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമസ്കാരം എന്ന് പറഞ്ഞാൽ സുജൂദാണോ? അല്ല. പക്ഷെ സുജൂദ് നമസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ആരെങ്കിലും നിസ്കാരം എന്ന് പറഞ്ഞാൽ സുജൂദാണെന്ന് പറയോ? ഇല്ല. ഒരാള് നിസ്കാരം എന്ന് പറഞ്ഞാൽ സുജൂദാണ്, വളരെ പ്രധാനപ്പെട്ടത് സുജൂദാണ്, അതുകൊണ്ട് കുറേ സുജൂദ് ചെയ്താൽ അയാളുടെ നിസ്കാരം ശരിയാവോ? ഇങ്ങനെയല്ല, നിസ്കാരം എന്ന് പറയുമ്പോൾ സുജൂദാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ന്യായം? അപ്പൊ നമസ്കാരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സുജൂദുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ റുക്കൂഉണ്ട്, ഇഅ്തിദാലുണ്ട്, അത്തഹിയാത്തുണ്ട്, ഫാത്തിഹ ഉണ്ട്, കൈകെട്ടലുണ്ട്, ഇതൊക്കെ ഉണ്ട് അതിനകത്ത്. ഒപ്പം സുജൂദുമുണ്ട്. അല്ലാതെ നിസ്കാരം എന്ന് പറഞ്ഞാൽ സുജൂദാണ് എന്ന് മനസ്സിലാക്കരുത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മളെ പഠിപ്പിച്ചു തരുന്നതും എന്താണ്? നിസ്കാരം എന്ന് പറഞ്ഞാൽ സുജൂദാണെന്ന് പറയുന്നത് പോലെയാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധനയാണ് എന്ന് പറയുന്നത്. ആരാധനയും കൂടിയാണ് ഇബാദത്ത് എന്നേ ഉള്ളൂ. അതിനകത്തെല്ലാം അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ്. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിസ്കരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു നിയമനിർദ്ദേശമാണ് നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറയുന്നത്. അത് വഴിയാണ്. അതുകൊണ്ട് ഈ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും വിശദാംശങ്ങൾ ആവശ്യമുണ്ടോ? ഞാൻ ഈ മിമ്പറിൽ നിന്ന് എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞാൻ നൽകും. ഈ പറഞ്ഞതാണ് യുക്തി, ഈ പറഞ്ഞതാണ് യുക്തിഭദ്രം. ഇതാണ് ഖുർആനിനോട് നീതി പുലർത്തുന്ന ഒരു ഉള്ളടക്കം. ഇത് തന്നെയാണ് സാക്ഷാൽ പടച്ച തമ്പുരാനോടുള്ള നീതിയും. ഇതൊരു സംഘടനാ പക്ഷപാതിത്വങ്ങളില്ലാതെ നമ്മൾ ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചാൽ ഈ ഒരു ഉത്തരമേ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആനിലെ 90-ാം അധ്യായം സൂറത്തുൽ ബലദിൽ അല്ലാഹ് എന്താ പറഞ്ഞത്? അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അല്ലാഹ് പറഞ്ഞു എന്ത്? നിങ്ങൾക്ക് 2 കണ്ണ് തന്നു, 2 ചുണ്ടുകൾ തന്നു. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, ഒരു നാവ് തന്നു. ഇത്രയും ഫാക്കൽറ്റി നമുക്ക് തന്നു എന്നുള്ള പറയുകയാണ്. എന്നിട്ട് അല്ലാഹ് എന്താ പറയുന്നത്? വഹദൈനാഹു നജ്ദൈൻ, 2 ഹൈവേകൾ നിങ്ങൾക്ക് ഞാൻ തുറന്നു വച്ചു, 2 വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. 2 വഴികൾ കാണിച്ചു തന്നു. വഹദൈനാഹു നജ്ദൈൻ, 2 വഴികൾ തന്നു. എന്ത് തന്നു? കുറച്ച് ഫാക്കൽറ്റി തന്നു. എന്ത് ഫാക്കൽറ്റി? 2 കണ്ണ് തന്നു, കാണാനുള്ള കണ്ണ് തന്നു, നാവ് തന്നു, ചുണ്ട് തന്നു. എന്ന് പറഞ്ഞാൽ ഈ ഫാക്കൽറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ശരിയായ വഴി കണ്ടെത്താൻ കഴിയും. ആ 2 വഴി ഞാൻ തന്നിട്ടുണ്ട്. ഒരു വഴി എന്താ? നേർവഴിയാണ്, എൻ്റെ വഴിയാണ്, ആദമിനോട് പറഞ്ഞ വഴി. മറ്റേത് തെറ്റായ വഴിയാണ്. നിങ്ങൾ സഞ്ചരിക്കേണ്ടത് ശരിയായ വഴിയിലൂടെയാണ്. ഈ ശരിയായ വഴിയിലൂടെയുള്ള സഞ്ചാരത്തിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ആരാധനയല്ല, ആരാധനയും കൂടിയാണ് എന്നേ ഉള്ളൂ. തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ഞാൻ ഇത് ആവർത്തിച്ച് പറയുന്നത്. അതുപോലെ തന്നെ 76-ാം അധ്യായം
സൂറത്തുൽ ഇൻസാൻ അധ്യായത്തിന്റെ പേര് തന്നെ മനുഷ്യൻ എന്നാണ്. അതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? മനുഷ്യനെ നാം സൃഷ്ടിച്ചു. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാർ, അവിടെ അല്ലാഹ് പറയുന്നത് കേൾവി ശക്തിയും കാഴ്ച ശക്തിയും തന്നു. എന്നിട്ട് അല്ലാഹ് പറയുന്നത് എന്താ? ഇന്നാ ഹദൈനാഹു സബീല വൈമാ ശാകിറൻ വൈമാ കഫൂറ, ഞാൻ വഴിയും കാണിച്ചു തന്നു. ഇന്നാ ഹദൈനാഹു സബീല, ഞാൻ വഴിയും കാണിച്ചു തന്നു. ഇമ്മാ ശാകിറൻ വൈമാ കഫൂറ, ഇഷ്ടമുള്ളവർക്ക് ആ വഴിയിലൂടെ സഞ്ചരിച്ച് എന്നോട് നന്ദി കാണിക്കാം, അല്ലാത്തവർക്ക് നിങ്ങളുടെ ഫ്രീഡം ഓഫ് ചോയ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ നടന്ന് എന്നോട് നന്ദി കാണിക്കാം. നന്ദി കാണിക്കുന്നവരെ ഞാൻ കഠിനമായി ശിക്ഷിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത് പറയുന്നുമുണ്ട്. അപ്പൊ ആ വഴിയിലൂടെയുള്ള സഞ്ചാരത്തിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്, അല്ലാതെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കർമ്മത്തെക്കുറിച്ചല്ല. അപ്പൊ എന്നും നമ്മൾ ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു കാണിച്ചു തന്ന ആ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കൂ എന്നാണ് അള്ളാഹിനോട് നമ്മൾ പറയുന്നത്. അല്ല നിന്നെ ആരാധിക്കുള്ളൂ എന്നല്ല, ആരാധന അടക്കം ആ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുള്ളൂ. എത്രമാത്രം വിശാലമാണ്, എത്രമാത്രം യുക്തിഭദ്രമാണ്, എത്രമാത്രം വസ്തുനിഷ്ഠമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനിയും വിശദീകരണം വേണമെങ്കിൽ നമുക്ക് നൽകാം, കാരണം ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത് സംഘടനയുടെ പ്രശ്നമോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ പ്രശ്നമൊന്നുമല്ല, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടേണ്ട പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സൃഷ്ടിച്ചത് ഇബാദത്തിനാണ് എന്ന് അള്ളാഹു പറയുമ്പോൾ അതെന്താണെന്ന് കൃത്യമായി ഇനിയും മനസ്സിലാക്കൽ നമ്മുടെ ആവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.